ബീഹാറിൽ NDA തേരോട്ടം 89 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP 25 സീറ്റ് മാത്രമാണ് RJDക്ക് നേടാനായത്. അതേസമയം സീറ്റ് വിഭജനത്തിലടക്കം മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കിയ കോൺഗ്രസിന് ഇത്തവണ 2 അക്കം തികക്കാൻ കഴിഞ്ഞില്ല. നിതീഷ് കുമാറിന്റെ വോട്ട് കേന്ദ്രങ്ങളിൽ കൂടി ചലനമുണ്ടാക്കിയാണ് BJP ഇത്തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. അലിനഗറിൽ BJP ടിക്കറ്റ് നൽകിയ മൈഥിലി ഠാക്കൂർ 11,839 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. താരാപൂർ മണ്ഡലത്തിൽ മത്സരിച്ച ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി 1,22,480 വോട്ട് നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ മണിക്കൂറുകളിൽ പിന്നിലായിരുന്ന തേജസ്വി യാദവ് അവസാന ഘട്ടത്തിൽ ലീഡ് ഉയർത്തി. രാഘവ്പൂർ മണ്ഡലത്തിൽ നിന്നും 1,18,597 വോട്ട് നേടി തേജസ്വി യാദവ് ജയിച്ചു. വിഭൂതിപൂർ മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി അജയ് കുമാർ 10,281 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MLA സ്ഥാനം നിലനിർത്തിയത്. കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാന്റെ LJP 19 സീറ്റുകൾ നേടി. അതേസമയം കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരടക്കം മുതിർന്ന നേതാക്കൾ തോറ്റു. സംഘടനാ ദൗർബല്യവും നേതാക്കളുടെ അഭാവവുമാണ് കോൺഗ്രസിന്റെ തോൽവിയുടെ ആഴം കൂട്ടിയത്. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്കും OWൈസിയുടെ IIMM-നും 5 സീറ്റ് വീതം നേടാനായി. 150 സീറ്റുകൾ നേടുമെന്ന് പ്രഖ്യാപിച്ച പ്രശാന്ത് കിഷോറും ഇത്തവണ തിളങ്ങിയില്ല. RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജ് പ്രതാപ് യാദവ് മഹുവ മണ്ഡലത്തിൽ JJD ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി.